വെൽക്കം ബാക്ക് ടു ന്യൂസ് ബസ്. ഇനി നമുക്ക് കോട്ടയത്തെ CPM സാധ്യതകൾ എങ്ങനെയാണ് എന്ന് നോക്കാം. ഏറ്റുമാനൂരിൽ VN വാസവൻ ഇറങ്ങും. കോട്ടയത്ത് അഡ്വക്കേറ്റ് K അനിൽകുമാറാണ് പരിഗണനയിലുള്ളത്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനെ എതിരാളിയായി സുഭാഷ് P വർഗീസോ റെജി സക്രിയോ വരാനാണ് സാധ്യത. സജോ ദേവസിയാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. സജോ, കോട്ടയത്തേക്ക് എത്തിയാൽ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് പുതുപ്പള്ളിയാണ്. പുതുപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയാൽ ചാണ്ടി ഉമ്മനെ എതിരാളിയായി ഒരു ഒരു പുതുമുഖത്തെ ഇറക്കിയുള്ള പരീക്ഷണത്തിനാണോ CPM ഇക്കുറി തയ്യാറാകുന്നത്? ഇനി ഏറ്റുമാനൂരിൽ VN വാസവൻ തന്നെ മതി എന്നുള്ളത് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അനിൽകുമാറിന്റെ സാധ്യതകൾ കോട്ടയത്ത് അത് എത്രത്തോളമാണ്? കോട്ടയത്തെ സംബന്ധിച്ച് ഇടതുമുന്നണിയെ സംബന്ധിച്ചപ്പോഴും പലപ്പോഴും വെല്ലുവിളിയുള്ള ധാരാളം മണ്ഡലങ്ങളുണ്ട്. കേരള കോൺഗ്രസിന്റെ വരവാണ് പലപ്പോഴും അതിൽ നിന്നുള്ള വ്യത്യാസം കഴിഞ്ഞ തവണയും ഒക്കെ മാറ്റമുണ്ടാക്കിയത് എന്നത് കാണേണ്ട കാര്യമാണ്. ഇതിൽ പുതുപ്പള്ളി എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ തവണ ജയിക്കാണ് ചാണ്ടി ഉമ്മന് എതിരാളിയായി ഉണ്ടായിരുന്നത്. അവിടെ ജയിക്ക് ഏതായാലും മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്ന ഒരു നിലപാട് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കപ്പെടും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന കാര്യം. പുതുപ്പള്ളിയിൽ സജീവമായി ദീർഘകാലമായി പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി കൂടിയായി പ്രവർത്തിക്കുന്ന സുഭാഷ് P വർഗീസ് തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള കൂടുതൽ സാധ്യതകളുണ്ട്. അതേസമയം സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നേരത്തെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചിട്ടുള്ള റെജി സക്കറിയ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകും എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രാഥമികമായ കൂടിയാലോചനകളിൽ ഉണ്ടായിട്ടുള്ള ധാരണ. അതേസമയം ഏറ്റുമാനൂരിന്റെ കാര്യത്തിൽ നേരത്തെ ഒരുപക്ഷേ VN വാസവൻ മാറിയേക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ തന്നെ നിയോഗിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത മാത്രം പരിഗണിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പോവുക എന്താണ് CPM-ൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ധാരണ. അതായത് ടേം വ്യവസ്ഥ ആവശ്യമെങ്കിൽ ഇളവ് നൽകാം എന്നൊരു തീരുമാനം ഉണ്ട്. അതായത് കാര്യമായി 5 അതിലധികമോ തവണ മത്സരിച്ചവരൊഴികെ മറ്റുള്ളവർക്ക് ഇളവ് നൽകാം എന്ന നിലയിലുള്ള ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് VN വാസവൻ തന്നെ അവിടെ വീണ്ടും മത്സര രംഗത്തേക്ക് എത്തും എന്നതാണ് ലഭ്യമാകുന്ന വിവരം. നേരത്തെ ഏറ്റുമാനൂരിൽ ജയിക്ക് വരും, മന്ത്രി VN വാസവൻ മാറും എന്ന തരത്തിൽ മുൻപ് ചർച്ചകൾ ഉണ്ടായിരുന്നു. ഏതായാലും അതിനുള്ള സാധ്യത തൽക്കാലം ഇല്ല എന്നാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കോട്ടയത്ത് തിരുവഞ്ചൂരിനെ നേരിടാൻ K അനിൽകുമാർ തന്നെ വീണ്ടും എത്തിയേക്കും എന്നാണ് ആ വിവരം. കോട്ടയത്തെ സംബന്ധിച്ച് തിരുവഞ്ചൂരിന് വലിയ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ മറ്റൊരു പരീക്ഷണത്തിലേക്ക് ഒരുപക്ഷെ CPM-ൽ ആലോചനയുണ്ടായിരുന്നു. ഉദാഹരണത്തിന് സുരേഷ് കുറുപ്പിനെ അടക്കം ഇറക്കി പരീക്ഷിക്കുന്ന തരത്തിലേക്ക് പോവുക. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ശക്തമായ മത്സരത്തിന്റെ സാഹചര്യം രൂപപ്പെടും എന്നൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. പക്ഷേ സുരേഷ് കുറുപ്പ് മത്സര രംഗത്തേക്ക് വരിക എന്നത് പാർട്ടിയിലെ ചില ആഭ്യന്തര സമവാക്യങ്ങളുടെ കൂടി ഭാഗമാണ്. അദ്ദേഹം കൂടി തയ്യാറാകേണ്ടതുണ്ട്. നേരത്തെ ചില അതൃപ്തിയൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് കാര്യങ്ങൾ പോവുക എന്നത് പ്രായോഗികമായി എളുപ്പമാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ചാനൽ ചർച്ചകളിലേക്ക് ഒരു പ്രധാനപ്പെട്ട മുഖമായ അനിൽകുമാർ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയാണ്. അതേസമയം കോട്ടയത്ത് ഉറപ്പായും കേരള കോൺഗ്രസിന് മികച്ച പ്രകടനം നടത്താൻ കഴിയും എന്ന് ഇടതുമുന്നണി ഇപ്പോഴും ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട്. അങ്ങനെ അത് ഒരു പ്രധാനപ്പെട്ട വശത്ത് നിൽക്കുമ്പോൾ വാസവൻ വീണ്ടും അതായത് കോട്ടയം CPM-ലെ എക്കാലത്തും ഒരു വലിയ നേതൃപദവിയിൽ ഇരുന്ന ആൾ വാസവൻ തന്നെയാണ്. അദ്ദേഹം വീണ്ടും മത്സരരംഗത്ത് തുടരും എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഓക്കെ, സജോ ദേവസിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അതാണ് കോട്ടയം കേന്ദ്രീകരിച്ചുള്ള CPM-ന്റെ ആലോചന.